morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. അപ്പോൾ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് എല്ലാവരും ശനിയാഴ്ചയായിട്ടും പഠിക്കാന്നുള്ള അല്ലെ നമ്മള് പോർഷൻസ് തീരാത്തത് കൊണ്ടാണ് നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സെലക്ഷൻ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? മാം അടുത്ത എക്സാം ഉടനെ കാണൂ. അതോ എക്സാം ഉടനെ കാണൂ. എക്സാമിൽ കാണോ? നമ്മോട് വ്യക്തമായിട്ട് പറയുമോ? എക്സാം ഉടനെ കാണൂന്ന്, ഫൈനൽ ഉടനെ കാണോ അല്ലേ? എക്സാം ഉടനെ ഉണ്ടാവും. എന്തായാലും ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് മാനേജ്മെന്റ് തരും. എന്തായാലും പോർഷൻസ് കൂടുതൽ കവർ ചെയ്യേണ്ടത് കൊണ്ടാണ്. അപ്പോ ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻസ് എത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മള് സെലക്ഷനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ആയിട്ട് പോകാനുള്ളത് എന്താണ്, അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സെലക്ഷൻ എന്താന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ? കൃത്യമായിട്ട് തന്നെ ഒരു ക്ലാസ്സിൽ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം ഇതാണ് വളരെ ആ ഒരു ജോലിയോട് അനുയോജ്യമല്ലാത്ത ഒരു പേഴ്സണെ നിയോഗിച്ചു കഴിഞ്ഞാൽ അവര് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? റോങ് ആയിരിക്കും അല്ലെ? അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കറക്റ്റ് പേഴ്സണെ തന്നെ കണ്ടെത്തി കറക്റ്റ് വേക്കൻസിയിൽ നിയമിക്കുക എന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സുകളിലേക്ക് നമുക്ക് നോക്കാം. സെലക്ഷൻ ഓക്കെ അല്ലേ? വീണ്ടും പറയേണ്ടതുണ്ടോ? ആണോ? റെസ്പോണ്ട് ചെയ്യാൻ നെക്സ്റ്റ് നോക്കാനുള്ളത് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്. ഓക്കെ, അപ്പൊ നമ്മള് സെലക്ട് ചെയ്യണേണ്ട സ്റ്റെപ്സുകൾ നോക്കാം. ഫസ്റ്റ് വൺ റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഏതൊരു സ്ഥാപനത്തിനും അതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച്, അതായത് ആ ഓർഗനൈസേഷന്റെ വലുപ്പവും ആ ചട്ടക്കൂടിന്റെയൊക്കെ വലുപ്പവും അതല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ പല രീതിയിലാണ് അവർ ടെസ്റ്റുകൾ അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. ചിലരൊക്കെ ഇന്റർവ്യൂ ഒക്കെ സംഘടിപ്പിച്ച് യോഗ്യരായവരെ, അത് പലതരത്തിലുള്ള ഇന്റർവ്യൂകളൊക്കെ സംഘടിപ്പിച്ചിട്ട് തന്നെ യോഗ്യരായവരെ തിരഞ്ഞെടുക്കുക. ചിലതൊക്കെ ആപ്ലിക്കേഷൻ ഫോമുകളിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യും. ചിലരെ നേരിട്ടൊരു ജസ്റ്റ് ഒരു ഇന്റർവ്യൂ പാനൽ പോലെ അല്ലെ നടത്തിയിട്ട് സെലക്ട് ചെയ്യും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ തന്നെ ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയർ നടക്കും. അത് സ്ഥാപനത്തിന്റെ ആ രീതി അല്ലെ, അതിന്റെ ഒരു വലിപ്പവും അതിന്റെ ഘടനയൊക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അല്ലേ? ചെറിയ ചെറിയ സ്ഥാപനമാണെങ്കിൽ അതിൻ്റെതായ രീതിയിലായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ നടക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കാം. സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. സാധാരണ രീതിയിൽ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് ഈ ഒരു സെലക്ഷൻ കാര്യങ്ങൾ നടത്തുകയാണ്. നെക്സ്റ്റ് നോക്കുക ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം, എ ഫാക്ട് ഫൈൻഡർ വിച്ച് ഹെൽപ്സ് one to learn about an applicant, background and life history. നമുക്കൊരു പ്രത്യേകത, അതായത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഫില്ല് ചെയ്യുന്നത് ആരായിരിക്കും? ആ കാൻഡിഡേറ്റ്സ് ആയിരിക്കും അല്ലെ? ഒരു കാൻഡിഡേറ്റ് എന്താണ്, അവരുടേതായ ആശയങ്ങളായിരിക്കും അതിൽ പങ്കുവെക്കുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം അതിന് പ്രത്യേക ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ സെലക്ഷൻ കമ്മിറ്റി ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള ഈ ഫോമായിട്ട് അവർക്ക് സമർപ്പിക്കുന്നത്. അതിലെ പ്രധാനമായിട്ട് നോക്കാം, ഓൾ കണ്ടക്ടഡ് ഇന്റർവ്യൂസ് ടു ഇൻസ്പെക്ട് ദ ഫാക്ട്സ് and get at the attitude of the applicant and his family to the job. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ലപ്പ് ചെയ്യുമ്പോൾ അതിൽ പല കാര്യങ്ങളൊക്കെ ചോദിക്കും അല്ലെ? നിങ്ങൾ നേരത്തെ കൂടി ടീച്ചിങ് കേസ് ഒരു ടീച്ചിങ് പ്രൊഫഷണൽ ആണെങ്കിൽ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടോ അല്ലെ? അതിൻ്റെതായിട്ടുള്ള ഹിസ്റ്ററികളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്, ഈ കേസ് ഏത് ജോലിയാണെങ്കിലും, ഏത് കമ്പനി ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് അവരുടെ അല്ലെ, അവരെയോട് ചേർന്ന് അവരുടെ ജീനില് അല്ലെ, അവര് നാച്ചുറലി അവർക്ക് സ്വന്തമായി ഇങ്ങനത്തെ എബിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഈ ഒരു ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിലൂടെ സാധിക്കും. അവരെ ഫില്ലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത്തരം ഹിസ്റ്ററി കൂടി അത്
കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോ എന്താണ് ഇന്റർവ്യൂവേഴ്സിന് മനസ്സിലാവും, ഓക്കെ ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് എബിലിറ്റീസ് കൂടി നാച്ചുറലി ഇദ്ദേഹത്തിലുണ്ട് അല്ലെ. ഇൻ കേസ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് മാത്രമല്ല, അല്ലാതെ പേഴ്സണൽ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോഴും ഇദ്ദേഹത്തിന് ഈ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇവരെ വിലയിരുത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഫാക്ട് finder which helps one to learn about an applicant's background and life history, or conducted interviews to inspect the facts and get the attitude of the applicant and his family to the job. Okay, clear ആയോ? യാണോ? എന്താണ് ഇങ്ങനെ ബ്ലാങ്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് ഫില്ലപ്പ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഒക്കെയാണോ? ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞു പല രീതിയിലായിരിക്കും ഇന്റർവ്യൂസ് നടത്തി എന്താണ് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ച് ഒരു ജോലിയിലേക്ക് സെലക്ട് ചെയ്യും അല്ലെ. അപ്പോ ഈ ഒരു രീതി, അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടാണ് എങ്കിൽ നമ്മൾ എന്താണ് കാൻഡിഡേറ്റ്സ് എന്താണ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതനുസരിച്ച് അല്ലെ, അക്കാദമിക് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചോദിച്ച് അല്ലെ ആ ഒരു ഫോമില് ഉണ്ടാവും. നമ്മൾ എന്താണ് അതൊക്കെ ഫില്ലപ്പ് ചെയ്യും. നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതൊക്കെ ഫില്ലപ്പ് ചെയ്യും അല്ലെ. അപ്പൊ അവര് ആ ഹിസ്റ്ററി ഒക്കെ വായിച്ച് എടുക്കുമ്പോൾ എന്താണ് അവർക്ക് എന്താണ് ജനറ്റിക് ആയിട്ട് കുറച്ചും കൂടി എബിലിറ്റി അല്ലെ, ഈ തരത്തിലുള്ള തൊഴിലിന് ജനറ്റിക് ആയിട്ടുള്ള കുറച്ച് കഴിവുകളൂടി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. ചില എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ആ ജോലിയോട് ചിലപ്പോൾ ചില ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ളവരെ കാണാറില്ലേ? അതായത് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും, പക്ഷെ ജോലി ചെയ്യാനായിട്ട് ചിലപ്പോ എന്താണ് പറയാ മറ്റുള്ളവരുടെ സ്ട്രെസ് കൊണ്ടൊക്കെ അല്ലെ പഠിക്കാനായിട്ട് പോയിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരെന്താണ് അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് ജോലിയോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവർക്കപ്പോ എന്താണ് നല്ലൊരു റിസൾട്ട് ആ ജോലിയിൽ നിന്ന് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ഫില്ലപ്പ് ഒക്കെ ചെയ്യുമ്പോഴെന്താണ് പ്രത്യേകത, അവരെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കും. ഓക്കെ, ഈ വ്യക്തിക്ക് ഈ ജോലിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെ, ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും ഈ ജോലി ചെയ്യുന്നവരുണ്ടോ, അത് അത്തരത്തിലുള്ള ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇതിൽ വരുന്നുണ്ടോ, അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമാണ് അവർക്കുള്ളത് അല്ലെ, അതൊക്കെ മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഇന്റർവ്യൂവറിന് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? യാഥാർത്ഥ്യങ്ങൾ അല്ലെ, ഫാക്ട്സ് അല്ലെ, യാഥാർത്ഥ്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് നിരീക്ഷിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ, ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ സക്സസ്. നമുക്കറിയാം വിജയത്തിലേക്ക്, ഏതൊരു സ്ഥാപനത്തിന്റെ വിജയത്തിലേക്ക് ആ വർക്കർ നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് മസ്റ്റായിട്ടും ഹെൽത്ത് ആവശ്യമാണ്. ആവശ്യമാണോ? കുറെ നോളജ് മാത്രം മതിയോ? ശാരീരികമായിട്ടുള്ള ഹെൽത്തും അല്ലെ അതൊക്കെ വേണ്ടേ? വേണ്ടി വരില്ലേ? ഇപ്പൊ ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കുമ്പോൾ അവര് യോഗ്യരായവരാണെങ്കിൽ മാത്രമാണ് അവര് സെലക്ഷൻ ഒക്കെ നടത്തുകയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ടു ഇൻസ്പെക്ട് ദ സർഫേസ് ഏരിയ ആൻഡ് ഗെറ്റ് ആൻ ജോബ്. Then candidates suitably for a job. Candidates aptness for a job. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗില് അല്ലെ നമ്മളൊരു എന്താണ് മാനസികമായ ഒരു രീതി കൂടി, അതായത് അവരെ കൺസെപ്റ്റിലുള്ള ആശയങ്ങൾ കൂടി അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് സർഫേസ് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇൻ കേസ് നമുക്കൊരു ജോലി അതെ ആ ജോലി എന്താണ് നമ്മളുടെ വീടിനോട് അടുത്ത ഒരു സ്ഥാപനത്തിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മള് അല്ലെ അവിടെ ഒരു ഇന്റർവ്യൂവർ നടത്തുന്നവർക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾക്ക് പങ്ക്ച്വാലിറ്റിയോട് കൂടിയിട്ട് സമയത്തിന് തന്നെ വീട്ടിലെത്താനൊക്കെ അല്ലെ സ്ഥാപനത്തിലെത്താനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അങ്ങനെ ഒരു ചിന്താഗതി വരില്ലേ? വരോ? പൊതുവെ എന്താണ് ആ സ്ഥാപനത്തിലെ ഇന്റർവ്യൂവർ ചിന്തിക്കുന്ന ഒരു പ്രത്യേക മാറ്റർ കൂടിയാണ് അകലം അല്ലെ, ഒരു ഡിസ്റ്റൻസ് കൂടിയും ആ സർഫേസ് ഏരിയയും കൂടിയും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നേരിട്ട് അല്ലെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, വീടുമായിട്ടൊക്കെ അത്രയും ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളൂ. അപ്പൊ ആ ഒരു കാൻഡിഡേറ്റിന്റെ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി എടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്, അവർക്ക് പ്രോപ്പറായിട്ട് കൃത്യസമയത്തൊക്കെ ജോലിക്ക് വരാനായിട്ട് പറ്റും എന്നുള്ളത് അല്ലെ. അവരുടെ ആപ്റ്റ്, അതായത് കാൻഡിഡേറ്റിന്
യോഗ്യനാണോ അല്ലെ, ആ കാൻഡിഡേറ്റ് കൃത്യമായിട്ട് തന്നെ ജോലിയിലേക്ക് വരാനായിട്ട് സന്നദ്ധരായിരിക്കും, അല്ലെങ്കിൽ ഇൻ കേസ് എന്താണ് ബ്ലോക്കുകളൊക്കെ വരാനോ അല്ലെങ്കിൽ ആബ്സെന്റീസ് ഒക്കെ കൂടുതലായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ നിരീക്ഷിച്ചിട്ടായിരിക്കും അവരെ സെലക്ട് ചെയ്യുന്നത്. അതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ടു ഇൻസ്പെക്ട് ദ സർഫേസ് ഏരിയ ആൻഡ് ഗെറ്റ് ആൻ ഒബ്ജക്റ്റീവ് ലുക്ക് അറ്റ് കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിളി ഫോർ എ ജോബ്. ആ ജോലിക്ക് അനുയോജ്യമായ കാൻഡിഡേറ്റ് ആണോ അല്ലെ, അതിന് വേണ്ടിയിട്ടൊക്കെ ആ ഒരു ഏരിയ അല്ലെ അതൊക്കെ അവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. കാൻഡിഡേറ്റ്സ് ആപ്റ്റൻസ് ഫോർ എ ജോബ് എന്ന് പറഞ്ഞാൽ അവർക്ക് അനുയോജ്യമാണെങ്കിൽ, ഇൻ കേസ് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നതാണ് എങ്കിൽ അവരെയൊക്കെ പ്രധാനമായിട്ട് സെലക്ട് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ണോ? ഓക്കെ, അത് തമ്മൊക്കെ കാണിച്ചു നിങ്ങൾ. ഓക്കെ, മെസ്സേജുകൾ നിങ്ങൾ പാസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നോക്കുക, റെഫറൻസ് ചെക്ക്. എന്തെങ്കിലും റെഫറൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ യോഗ്യനാണോ എന്ന് തീർച്ചപ്പെടുത്തിയതിനു ശേഷമാണ് സെലക്ഷൻ നടപടിയിലേക്ക് പോവുകയുള്ളൂ. Then final selection, approval by manager and communication of the decision to the candidate. അവസാനമായിട്ട് നമുക്കറിയാം മാനേജ്മെന്റ് ഓക്കെ ഈ വ്യക്തി കുഴപ്പമില്ല, അവരുടെ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ഒക്കെ ഒന്ന് ജസ്റ്റ് പരിശോധിച്ച് അവിടെ ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, ഇൻ കേസ് ബോഡി ഒക്കെ ഓക്കെ ആണോ, ടെസ്റ്റ് ചെയ്യാനുള്ള പേഴ്സൺ ആണോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ കണ്ടെത്തിയതിനു ശേഷം അവരെ ആശയവിനിമയം നടത്തുന്നു. മാനേജ്മെന്റ് ആയിട്ട് അല്ലെ മാനേജറൊക്കെ ആയിട്ട് നല്ല ആശയവിനിമയം നടത്തി അവരൊരു തീരുമാനത്തിൽ എത്തുന്നു. അതായത് സെലക്ഷൻ എന്നുള്ള സെലക്ടഡ് ആയിട്ടുള്ള പേഴ്സൺ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്ന ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ സെലക്ഷൻ പ്രോസസ് ഒക്കെയാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സൈക്കോളജിയുടെ കാര്യത്തിൽ പല ടെസ്റ്റുകൾ നടത്തും. ഞാൻ പറഞ്ഞു ചില സ്ഥാപനങ്ങൾ വ്യത്യസ്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. ചിലര് ജസ്റ്റ് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി ടെസ്റ്റ് ചെയ്ത് അല്ലെ അവരെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കും. ചിലര് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ സെലക്ഷൻ നടപടികളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ഈ സൈക്കോളജി അനലൈസ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ ആ പെരുമാറ്റ രീതി അല്ലെ, അത് വെച്ചിട്ട് നമുക്കറിയാം ചില വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ് അല്ലെ. ഓരോ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള കുറെ കഴിവുകൾ വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമായതുകൊണ്ട് മാത്രം ചില ജോലികൾ നല്ല രീതിയിൽ അവർക്ക് നിർവഹിക്കാൻ സാധിക്കില്ല അല്ലെ. ചിലരോട് ചേർന്ന് ചില ഗുണങ്ങളും അല്ലെ, പേഴ്സണാലിറ്റി ആയിട്ടുള്ള ചില ഗുണങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളും അവരോടൊപ്പം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കണം. ചില തൊഴിലിനൊക്കെ ചില പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ചില തൊഴിലിനൊക്കെ ചിലപ്പോൾ നമുക്കറിയാം നല്ല ക്ഷമയുള്ള ഒരു നേച്ചറൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ആ തൊഴില് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ തൊഴിലിന്റെ രീതി അനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ, ഇവിടെ മനുഷ്യന്റെ പെരുമാറ്റ രീതിയാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഈ ടെസ്റ്റുകളെ, ഈ ബിഹേവിയർ ചെക്ക് ചെയ്യുന്ന ഈ ടെസ്റ്റുകളെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. സെക്കൻഡ് വൺ അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ള ഒരു മേഖലയാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. കുറച്ച് കാര്യമുള്ളൂ, നമുക്ക് അറിയാവുന്ന പോയിന്റ് ഒക്കെ തന്നെയാണ്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പറയുന്നത്? ഫസ്റ്റ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ട്രൈസ് ടു ടെസ്റ്റ് യുവർ എബിലിറ്റി ടു ക്യാരി ഔട്ട് ടാസ്ക് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻസ് ആൻഡ് വർക്ക്. കടമ്പകളൊക്കെ അല്ലെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം എങ്ങനെയാണ് അത് ഏബിൾ ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സിറ്റുവേഷൻ അല്ലെ, ആ ഒരു ഏതെങ്കിലും ഒരു സിറ്റുവേഷന് നൽകുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരുപാട് വേക്കൻസികളുണ്ട്. ഇപ്പൊ നഴ്സുമാര് കോമൺലി എടുക്കുമ്പോൾ നഴ്സുമാരാണ്, പക്ഷെ അവരെല്ലാം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റില്, ICUല്,
വാർഡില് കേസ് അങ്ങനെയൊക്കെയുള്ള പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. മോർച്ചറിയിൽ എവിടെയാണെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചില സൂക്ഷ്മമായിട്ടുള്ള കഴിവുകൾ വേണം. ചിലതിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല, നമുക്കറിയാം എല്ലാത്തിനും കഴിവ് വേണം എന്നുള്ളത് ഓൾമോസ്റ്റ് ഒക്കെയാണ്. പക്ഷെ ചിലതിൽ കുറച്ചും കൂടി അല്ലെ, പെട്ടെന്ന് വരുന്ന ഒരു ആക്സിഡന്റ് കേസിനെ പെട്ടെന്ന് അഭിമുഖീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു പേഴ്സണെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, അവർക്ക് അതിനോട് പൊരുത്തപ്പെടാം. ചിലപ്പോൾ അവര് അതോടുകൂടി തലറങ്ങി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. ക്വാളിഫിക്കേഷനും ഒക്കെ ആയിരിക്കും, പക്ഷെ അതിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മനോഭാവം അല്ലെ, ആ ഒരു കഴിവ് വേണ്ടേ, വേണ്ടിവരില്ലേ? വേണ്ടിവരുമോ? ചില കഴിവുകളൊക്കെ നാച്ചുറലി അല്ലെ, നമുക്ക് എല്ലാത്തിനെയും നേരിടാനുള്ള ഒരു ചങ്കൂറ്റം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കഴിവ് അവർക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അത്തരത്തില് എന്താണ് കൊടുക്കുന്ന റിയാക്ഷൻ, ഒരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്, അത് റിയാക്ട് ചെയ്യുന്നതെന്ന് അനലൈസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് നിയമനം ഉറപ്പിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, ഒരു ടാസ്കുകൾ ഏൽപ്പിക്കുന്നു, അവരതെങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഏൽപ്പിക്കുമ്പോൾ അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അവർ ഓക്കെ ആണോ, അവര് എന്താണ് മനസ്സ് അല്ലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിനെ നേരിടാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താന്ന് നോക്കാം. ഇറ്റ് ഇവാലുവേറ്റ് ഡെവലപ്ഡ് നോളജ് ഓർ സ്കിൽ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ട്രെയിനിങ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താ ചെയ്യുന്നത്, ഒരു ട്രെയിനിങ് പീരീഡിൽ അവർക്ക് വർക്കുകളൊക്കെ കൊടുക്കുന്നു, അവരെ നാച്ചുറലി അവരുടെ ഡ്യൂട്ടികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അങ്ങനെ നേടിയെടുക്കുന്ന അറിവും സ്കില്ലും അത് മനസ്സിലാക്കിയിട്ട് അതിനെ വിലയിരുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് എന്താണ് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ അച്ചീവ്മെന്റ് ടെസ്റ്റിൽ എന്താണ് ഒരു ട്രെയിനിങ് പീരീഡ് അവർക്ക് അലോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഒരു ട്രെയിനിങ് പീരീഡ് അവർക്ക് കൊടുക്കുന്നു. ആ ട്രെയിനിങ് പീരീഡിൽ അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ വികസിപ്പിക്കുന്നത് അനുസരിച്ചിട്ട് അവര് ഓക്കെ ആണ് അല്ലെ, ആ കൊടുത്ത ട്രെയിനിങ് ടൈമിനുള്ളിൽ തന്നെ പ്രോപ്പർ ആയിട്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് കേബിൾ ആണ്, സന്നദ്ധരാണ് എന്നുള്ളത് വിലയിരുത്തിയിട്ട് അവർക്ക് എന്താണ് സെലക്ഷൻ നടത്തി കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ വരുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സെക്കൻഡ് വണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. തേർഡ് വണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് പറയുന്നത്? ഒരു വ്യക്തിപരമായിട്ടുള്ള അല്ലെ ഒരു പേഴ്സണാലിറ്റി, ഒരു അദ്ദേഹത്തിന്റെ ബിഹേവിയർ അളക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. ഇഫ് മെയിൻലി അസസ് ഹ്യൂമൻ പേഴ്സണാലിറ്റി, personality testing and assessment refers to techniques designed to measure the characteristics patterns of traits that people show across various situations. Okay, വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവരുടെ മുമ്പിൽ എന്താണ് ആ കാൻഡിഡേറ്റിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവരുടെ സ്വഭാവ രീതികളിലുള്ള വേരിയേഷൻസ് അല്ലെ അത് മെഷർ ചെയ്യാണ്. അത് പ്രത്യേകമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെ അവരെ മെഷർ ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്വഭാവങ്ങൾക്ക് വേരിയേഷൻ വരുന്നുണ്ടോ, അവരെ അച്ചടക്കത്തോട് കൂടിയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പേടിച്ചു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവർക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, ക്ഷമയുണ്ടോ അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങൾ അവരെ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ വ്യത്യസ്ത സിറ്റുവേഷൻസ് അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ തന്നെ അവരെ അല്ലെ ഒരു ടാസ്ക് ഏൽപ്പിച്ചിട്ട് അതെങ്ങനെ ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷൻ, ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസുകളിലേക്കൂടെയാണ് ആ കാൻഡിഡേറ്റിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഓരോ സിറ്റുവേഷനിലും അനലൈസ് ചെയ്യുന്നു, ഇവരുടെ ഇവരുടെ സ്വഭാവത്തിലുള്ള വേരിയേഷൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് അല്ലെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കാം, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. It determines a person's preference for specific fields or activities. നമുക്കറിയാം ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എന്തിനാണ് താല്പര്യം അല്ലെ അതിനെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ്. It determines a person's preference for a specific fields or activities. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിലോ അവർക്ക് പ്രിഫറൻസ് അല്ലെ അവരുടെ പ്രവർത്തനങ്ങൾ ഇച്ചിരി കൂടി മുൻഗണനാ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതനുസരിച്ചിട്ട് അവർ തീരുമാനിക്കുകയാണ് ഓക്കെ ഇന്ന പോസ്റ്റിലേക്ക് അവർ അപ്പോയിന്റ്മെന്റ് ചെയ്യാം അല്ലെ.
അപ്പൊ ആ ഒരു ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റിൽ നടത്തുന്നത്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാൻഡിഡേറ്റ് ഒരേപോലെ നമുക്കറിയാം ഒരു കൂട്ടം കാൻഡിഡേറ്റിൽ നിന്നാണ് നമ്മൾ ചിലപ്പോൾ പല രീതിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട നഴ്സിംഗ് എന്നുള്ള സെയിം ഫീൽഡിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അവർക്ക് വേക്കൻസികളൊക്കെ അല്ലെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്തിനാണോ ഇൻട്രസ്റ്റ് അല്ലെ അങ്ങനെ അത് വിലയിരുത്തിയിട്ട് അവരുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുന്ന നടപടിയാണ്. നമ്മൾ നെക്സ്റ്റ് നോക്കുക ഓൺ ദ ബേസിസ് യൂസ് ഓഫ് എ ടെസ്റ്റ്. നമ്മൾ ആദ്യം കണ്ടു എന്താണ് ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ, അവരുടെ മനുഷ്യന്റെ പെരുമാറ്റ രീതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി അടുത്ത എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് എ ടെസ്റ്റ്. ടെസ്റ്റുകളുടെ ഉപയോഗപ്രദം, അതായത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റികളൊക്കെ കൊടുത്തിട്ട് അത് വിലയിരുത്തിക്കേണ്ടത്. അവരെ ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ട് അവരുടെ ബിഹേവിയർ ചെക്ക് ചെയ്തതല്ല, അവർക്ക് വ്യത്യസ്തമായ ആക്ടിവിറ്റികളൊക്കെ നൽകിക്കൊണ്ട് അത് അനലൈസ് ചെയ്തിട്ട് അവരെ സെലക്ട് ചെയ്യുന്ന ഒരു നടപടിക്രമമാണ്. On the basis of the use to which the test are they may be categorized into three broad categories. Three broad categories ഉണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുതിയ ടെസ്റ്റിലൊക്കെ ചിലപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഒരു ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ഒക്കെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? ഇവിടെ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് തുടങ്ങി ലെവൽസ് ഓഫ് വർക്ക് rather than എവിടെയെങ്കിലും ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക് എന്നൊക്കെ ഉള്ളത് ക്രിട്ടിക്കലായുള്ള ഭാഗമാണ്. നിങ്ങളുടെ ടെസ്റ്റിലും ഉണ്ടോ അതൊക്കെ? അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അതൊന്നും നിങ്ങൾ വെട്ടിക്കളഞ്ഞേരെ ഇല്ല. ഓക്കെ, കുറച്ച് പേര് ഇല്ല, കുറച്ച് പേര് പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ അത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോന്നേക്കെന്താണ് ഒന്ന് വെട്ടിക്കളഞ്ഞേരെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് എ ടെസ്റ്റ്. ഓൺ ദ ബേസ് ഓഫ് ദ യൂസ് to which the test are put, they may be categorized into three broad categories. അതായത് 3 കാറ്റഗറി ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ സെലക്ഷൻ ടെസ്റ്റ്, സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, then third വൺ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. ഓക്കെ, ഈ രണ്ട് ഭാഗങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണോ? ഇത് മിക്കപ്പോഴും കാണാറുണ്ടോ? ഓപ്ഷനിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊക്കെ ഓപ്ഷൻ വരും. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ചിലതൊക്കെ എന്താണ് സ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം ഒരു ട്രെയിനിങ് തന്നിട്ടാണ് ടെസ്റ്റ് നടത്തുന്നത്, ചിലതൊരു ടാസ്ക് തന്നിട്ടാണ്. അപ്പൊ അത് എന്താണെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെയും അങ്ങനെയുള്ള ഒരു കാര്യം തന്നെയാണ്. സെലക്ഷൻ ടെസ്റ്റും ക്ലാസിഫിക്കേഷൻ ടെസ്റ്റും എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്താണ് സെലക്ഷൻ ടെസ്റ്റിൽ പറയുന്നത്? These tests are done to select apt candidates for a particular job. ഒരു പർട്ടിക്കുലർ ജോബിന് അനുയോജ്യമാണോ എന്ന് വിലയിരുത്തുക അല്ലെ. അത് ആപ്റ്റ് കാൻഡിഡേറ്റ് ആണ്, അനുയോജ്യമായ കാൻഡിഡേറ്റ് ആണോ എന്നുള്ളത് അത് ടെസ്റ്റിലൂടെ തന്നെ വിലയിരുത്തുന്നതാണ് ഈ ടെസ്റ്റിൽ നടത്തുന്നത്, സെലക്ഷൻ ടെസ്റ്റിൽ നടത്തുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. അതൊരു പ്രത്യേക ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതാണ് സെലക്ഷൻ ടെസ്റ്റ്. സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. എന്താണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് പറയുന്നത്? അതായത് തന്നെ അല്ലെ under such test special consideration are given to decide on which of the several possible assignments a person will be able to do his best. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റുകളൊക്കെ നമുക്കറിയാലോ, കാൻഡിഡേറ്റ് ഒക്കെ ആവുമ്പോൾ പല അസൈൻമെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ എന്താണ് അതില് ആ അസൈൻമെന്റുകളൊക്കെ വിലയിരുത്തുമ്പോൾ ഏറ്റവും നന്നായിട്ട് അല്ലെ ഡു ഈസ് ബെസ്റ്റ്, ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയത് ഏതാണോ അതനുസരിച്ചിട്ട് അവർക്ക് അത്തരത്തിലുള്ള ജോലി തരപ്പെടുത്തി കൊടുക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. Under such a test, special consideration are given to decide on which of the several possible assignments a person will be able to do his best. വ്യത്യസ്തതരത്തിലുള്ള അസൈൻമെന്റില് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് ഏതാണോ അതനുസരിച്ചിട്ട് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. തേർഡ് വൺ നോക്കുകയാണെങ്കിൽ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. എന്തായാലും പറയുന്നത് it is considered concerned with the assigning a person to different levels of work rather than different type of work. അതായത് ഇവരെ എന്താണ് വ്യത്യസ്ത വർക്കുകൾ ഏൽപ്പിക്കുന്നതിന് പകരം ഓരോ തലങ്ങളിലെ അല്ലെ, നമ്മളിപ്പോ ഒരു വലിയ സ്ഥാപനമാണെങ്കിൽ എന്താണ് ഉദ്യോഗസ്ഥരെ അല്ലെ, സബോർഡിനേറ്റ്
അതിനേക്കാളും തൊട്ട് മേലെയുള്ള പോസ്റ്റിംഗ്, അതിനേക്കാളും മേലെയുള്ള പോസ്റ്റിംഗ്, അങ്ങനെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ജോബ്സ് ആർക്കും ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അവിടെ എന്താണ് വ്യത്യസ്ത ജോലികൾ ഏൽപ്പിക്കുന്നതിന് പകരം വ്യത്യസ്ത തട്ടുകളിലേക്ക് അല്ലെ അവരെ കുറച്ചും കൂടി എന്താണ് ഈ ലെവൽ കൂടിയ തട്ടിലേക്കൊക്കെ അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു മേഖലകളൊക്കെ വിട്ടുകൊടുത്താൽ അവരെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്. ഓക്കെ, അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ് വ്യത്യസ്ത ജോലികൾക്ക്. അതാണ് അവിടെ എടുത്ത് പറയുന്നത്. അണ്ടർ സബ്ജക്ട് ടെസ്റ്റ് എന്താണ് placement test or decision. It is concerned with assigning a person to different levels of work rather than distributing different types of work. വ്യത്യസ്ത തരത്തിലുള്ള വർക്കിന് പകരം ലെവലുകൾ അല്ലെ അവരുടെ ആ ഒരു ലെവല് മാറ്റി കൊടുത്ത് അവരെ ജോലി ചെയ്യിപ്പിച്ച് നോക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പോസ്റ്റുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പൊ അത്തരം ടെസ്റ്റുകളാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. ഓക്കെ, 3 ടെസ്റ്റും ഓക്കെ ആണോ? ആണോ? the base of use of test clear ആണോ? ഏതെങ്കിലും പോയിന്റ് പറയേണ്ടതുണ്ടോ? ഓക്കെ, വായിച്ചു നോക്കി പറയാം. clear ആണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഇത് വെച്ചുകൊണ്ട് പോകരുത് കേട്ടോ. തേർഡ് പോയിന്റ് എന്താ പറയാ, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. അതില് ഒന്നാമത്തേത് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്താ പറയാ, ഒരു ജോലിക്ക് അല്ലെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് മേൽത്തട്ടിൽ ഏതെങ്കിലുമൊക്കെ വേക്കൻസികൾ വന്നിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പൊ ഈ പേഴ്സൺസിൽ ഒരു അത്യാവശ്യം യോഗ്യരായ പേഴ്സൺസ് ആണെങ്കിൽ അവരെ ഒന്ന് മേൽത്തട്ടിൽ, അതായത് ഇച്ചിരി കൂടി എന്താണ് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ഒരു തലത്തിലേക്ക് നമുക്കറിയാം. ഇപ്പൊ ക്ലർക്കിന്റെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് MD ക്ലർക്ക് ഉണ്ട്, എന്താണ് UD ക്ലർക്ക് ഉണ്ട്, ഹെഡ് ക്ലർക്ക് ഉണ്ട് അല്ലെ. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ക്ലർക്കിന്റെ പോസ്റ്റുകൾ തന്നെയുണ്ട് അല്ലെ. അപ്പൊ ഒരു MD ക്ലർക്ക്, ഒരു ഹെഡ് ക്ലർക്കിന്റെ പോസ്റ്റ് കേസ് നമുക്കറിയാം ഒരു ഗവൺമെന്റ് ഇതൊക്കെ ആണെങ്കിൽ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. അതല്ല നമ്മളൊരു പ്രൈവറ്റ് കമ്പനികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഈ ഒരു വേക്കൻസികളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു UD ക്ലർക്കിന്റെ പോസ്റ്റിലേക്ക് അല്ലെ ആ ഒരു ടൈമിലുള്ള പോസ്റ്റിലേക്ക് ചിലപ്പോൾ വേക്കൻസി വരികയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞ MD ക്ലർക്കില് അല്ലെ അവിടെ യോഗ്യരായ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ എന്താണ് ആ തലത്തിലേക്ക് പോസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, അവർ ഏബിൾ ആണ് എങ്കിൽ അവിടെ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അപ്പൊ എന്താണ് ചെയ്യുന്നത്, അവിടെ MD ക്ലർക്കിൽ തന്നെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ജോലികളെല്ലാം അവരെ ഏൽപ്പിക്കുന്നത് ആ തലം അല്ലെ ആ ഒരു മേഖല മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റിലേക്ക് പോകാം. തേർഡ് പോയിന്റ് ഓക്കെ ആയോ? പ്ലേസ്മെന്റ് ഓർ ഡിസിഷൻ. ഓക്കെ, നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിൽ പറയുന്നത്. അണ്ടർ സച്ച് ടെസ്റ്റ് സ്പെഷ്യൽ കൺസിഡറേഷൻ ആർ ഗിവൻ ടു ഡിസൈഡ് ഓൺ വിച്ച് ഓഫ് ദ സെവറൽ പോസിബിൾ അസൈൻമെന്റ്സ്. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോ പെട്ടെന്ന് തന്നെ ഒരു ഫ്രഷേഴ്സിനെ ആണെന്ന് വെച്ചു നമ്മൾ സെലക്ഷൻ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് കുറെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വേണ്ടിയാണ് അല്ലെ. അപ്പൊ അവര് എല്ലാ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് തന്നെ വരും അല്ലെ. അവരെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ചില അസൈൻമെന്റിൽ അവർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യും. അപ്പോ എന്താണ് അവർ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അവർ കൈകാര്യം ചെയ്തിരിക്കുന്ന അത് ഏത് മേഖലയാണോ അതനുസരിച്ചിട്ട് അവർക്ക് ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, സ്പെഷ്യൽ കൺസിഡറേഷൻ ആർ ഗിവൻ ടു ഡിസൈഡ് on which of the several possible assignments അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള അസൈൻമെന്റ്സ് അവർക്ക് നൽകുന്നുണ്ട്. then a person will be able to do his best. ഏറ്റവും നന്നായിട്ട് ഏതാണ് കൈകാര്യം ചെയ്തത് അപ്പൊ അതിനോട് അനുയോജ്യമായിട്ടുള്ള ഒരു മേഖല അവർക്ക് വാഗ്ദാനം ചെയ്തു അല്ലെ അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് എന്ത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത് പല രീതിയിലും ഉണ്ടാവാം അല്ലെ. പല രീതിയിലൊക്കെ തന്നെയാണ് നമുക്കറിയാം. ചെറിയ ചെറിയ ഫേമുകളും വ്യത്യസ്ത തരത്തിലുള്ള ഫേമുകൾ എന്താണ് ഓർഗനൈസേഷനുകളൊക്കെ ഉണ്ട്. അവർക്ക് അവരേതായിട്ടുള്ള രീതി ഫ്രഷ് ആയിട്ടുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യേണ്ടതുണ്ടാവും. എന്താണ് അതേമാതിരി തന്നെ എന്താണ് ഇങ്ങനെ എന്തെങ്കിലും റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേക്കൻസി ആയിട്ടുള്ള പ്ലേസിലേക്കൊക്കെ വ്യക്തികളെ കണ്ടെത്തേണ്ടതുണ്ടാവും. അപ്പൊ നിലവിലുള്ള ജീവനക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ പല രീതിയിൽ ഈ സെലക്ഷൻ നടപടികളുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അതിന്റെ ഒരു ഭാഗം കൂടിയുണ്ട്. അതായത് നമ്മൾ കണ്ട
എന്താണ് ഫസ്റ്റ് ആസ് പെർ ദ ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിലും ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലും തേർഡ് വൺ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് അല്ലെ ആ ഒരു രീതിയിൽ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഓക്കെ, അവിടെ ഒരു അണ്ടർലൈനിന്റെ ഒരു ഇതിന്റെ കുറവുണ്ട്, ഇടയിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടായി കാണുമായിരിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ് ടെസ്റ്റ് in which a single individual is tested at a time and also observed his behavior carefully through the testing period. അവിടെ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഓരോ വ്യക്തിക്കും ടെസ്റ്റും കാര്യങ്ങളെ അവരെ ഒരു ജോലിയൊക്കെ ഏൽപ്പിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ വ്യക്തിപരമായിട്ട് തന്നെ നിരീക്ഷിച്ചിട്ട് അവർ യോഗ്യരാണോ എന്ന് കണ്ടെത്തുന്ന ഒരു ടെസ്റ്റിംഗ് രീതിയാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഈ ഗ്രൂപ്പ് ടെസ്റ്റ് എന്താ പറയുന്നത്? ഗ്രൂപ്പ് ടെസ്റ്റ് ആണ് നോർമലി ഡൺ ഇൻ എ ഫോർമാറ്റ് വിച്ച് enables individual to record his own responses and can be simultaneously given to a member of individuals without any special need of observing their behavior. Okay, ഇവിടെ എന്താ പറയുന്നത്? ഗ്രൂപ്പായിട്ട് തന്നെ അവരെ വർക്കുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അല്ലെ? അവിടെ ഒരു പ്രത്യേക ഫോർമാറ്റുകളോ ഇതുകളൊന്നും ഇല്ല. എന്താണ് അവരെ ഗ്രൂപ്പായിട്ടൊക്കെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് അവര് സിൻസിയർ ആയിട്ട് അല്ലെ? അറ്റ് ദ സെയിം ടൈം തന്നെ എന്താണ് അവരുടെ കാര്യങ്ങളിൽ ഓരോ ഇൻഡിവിജ്വലിനെ വ്യക്തിപരമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യാം. മൊത്തത്തില് ജോലിയൊക്കെ അലോട്ട് ചെയ്ത ഒരു ഗ്രൂപ്പിനെ വിട്ടുകൊടുക്കുന്നു. ദെൻ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും പങ്കെടുത്താന്നുള്ളത് അവിടെ വാലുവേറ്റ് ചെയ്യുന്നുണ്ട്. വിതൗട്ട് എനി സ്പെഷ്യൽ നീഡ് ഓഫ് ഒബ്സർവിംഗ് ദെയർ ബിഹേവിയർ. ഇൻ കേസ് അവരെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയൊന്നും അവിടെ ഇല്ല അല്ലെ? അവരിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത് നിങ്ങളിങ്ങനെ ഓരോ പണികൾ ഓരോ ജോലികൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കുന്ന അവരെ പ്രത്യേക ഇതുകളൊന്നും അവിടെ അജണ്ടകളൊന്നും വെക്കാതെ തന്നെയാണ് അവരെ നിരീക്ഷിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെയാണോ? അതായത് ഒരു ജോലി എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരേ സമയം തന്നെ നിരീക്ഷിക്കുകയും ചെയ്യാണ് അല്ലെ? അവരുടെ പരിശോധന നടത്തുകയും ചെയ്യണം. അവരുടെ ജോലി വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വലി ഓരോരുത്തരെയും നിരീക്ഷിക്കുകയും ചെയ്യാം. നമ്മളിപ്പോ ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ് ചിലരൊക്കെ ഒന്നും മാറി നിൽക്കും അല്ലെ? ആരെങ്കിലൊക്കെ ഇനീഷ്യേറ്റീവ് ആയിട്ടൊക്കെ എടുത്ത് ചെയ്തോട്ടെ എന്നൊക്കെ ഓർത്ത് നിൽക്കും അല്ലെ? അങ്ങനെ ഉണ്ടാവൂലേ? ഉണ്ടാവോ? നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ജോലി ടാസ്ക് ഒക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് ചിലരൊക്കെ ഒന്ന് മാറി നിൽക്കും, ആരെങ്കിലൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ. പക്ഷെ അവിടെ എന്താണ് അവിടെ ഇന്റർവ്യൂവർ എന്താണ് അല്ലെങ്കിൽ ജോലിയുടമയൊക്കെ എന്താണ് ചില കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനുണ്ട്. ഓരോ ആരാണ് ഇനീഷ്യേറ്റീവ് ആയിട്ട് ഇതൊക്കെ ചെയ്യണത്, ആരൊക്കെയാണ് വേഗത്തിൽ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ നിരീക്ഷിക്കുന്നുമുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ നിരീക്ഷിച്ചെടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന രീതി അല്ലെ? അവിടെ എന്താണ് ഒരേ സമയം പരീക്ഷിക്കുകയും ചെയ്യാണ്, അതേമാതിരി തന്നെ പരിശോധന നടത്തുകയും ചെയ്യാണ് അല്ലെ? അവര് ഓക്കെ അവര് ചെയ്യാനായിട്ട് പരീക്ഷ എടുക്കുന്നുണ്ടോ, അവര് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, സ്ക്രീനിൽ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അവര് അവരുടെ പ്രതികരണങ്ങൾ അല്ലെ ഓരോരുത്തരും ചെയ്യുന്ന പ്രതികരണങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ആ രേഖപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് സെലക്ഷൻ നടത്തുന്നത് അല്ലെ? അപ്പൊ അവര് ഓക്കെ ആണെങ്കിൽ ഓരോ വ്യക്തിക്ക് പെരുമാറ്റ രീതി നിരീക്ഷിച്ചിട്ട് അല്ലെ ആവശ്യമില്ലാത്തവരെ ഒരേ സമയം നേടാതെ വെക്കുകയും ചെയ്യും, ആവശ്യമുള്ളവരെ അവരെ എന്ത് ചെയ്യും സെലക്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് പറയുന്നത് ഗ്രൂപ്പ് ടെസ്റ്റ് ആർ നോർമലി ഡൺ ഇൻ എ ഫോർമാറ്റ് which enable individual to record his own responses and can be simultaneously given to a member of individuals without any special needs of observing their behavior. ആവശ്യമില്ലാതൊക്കെ ഒരേ സമയം തന്നെ അല്ലെ പെരുമാറ്റങ്ങളൊക്കെ ഇപ്പൊ ഇൻ കേസ് നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഏൽപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ ഏൽപ്പിക്കില്ലേ? പറയോ ഏതെങ്കിലൊക്കെ ജോലിയൊക്കെ തന്നിട്ട് അതായത് അവർ ആ റെക്കോർഡ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് ഇത്രയായിരുന്നു, ഓക്കെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി. അപ്പൊ റെക്കോർഡൊക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഓരോരുത്തർക്കും അത് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇവരെ നിരീക്ഷിക്കുമ്പോഴും ചിലത് നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, ഇനീഷ്യേറ്റീവ് ആയിട്ട് തന്നെ മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ റെക്കോർഡിക്കലി ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും, നേരിട്ട് എന്താണ് അവർക്ക് ഗവേഷണം നടത്തി തന്നെ അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. അതിലൂടെ എന്താണ് പ്ലേസ്മെന്റ് അല്ലെ കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികൾക്ക് കൊടുത്തിട്ട് അവരെ ഒബ്സർവ് ചെയ്ത് അവരുടെ ബിഹേവിയർ ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു ടെസ്റ്റ് ആണ്. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒന്നിച്ച് തന്നെയായിരിക്കും ഇത് കൊടുക്കുന്നത്. അവിടെ എന്താണ് പ്രത്യേകമായിട്ട് എന്താണ് ഒരു റെക്കോർഡ് അല്ലെ കീപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെയും റെസ്പോൺസുകളൊക്കെ അവിടെ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ തന്നെ ഇവരെ വിലയിരുത്തുന്നുണ്ട് അല്ലെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്,
ഇവർക്കൊക്കെ സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറ്റ് ദ സെയിം ടൈം അവരെ വിലയിരുത്തുന്നതുകൊണ്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അവർക്ക് സെലക്ഷൻ നടത്തി കൊടുക്കുന്ന ഒരു രീതിയാണ് ഇൻഡിവിജ്വൽ ഓരോ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾ ഇന്നത് എഴുതണമെന്നൊന്നും പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. ഇതാണ് എനി സ്പെഷ്യൽ നീഡ് ഒബ്സർവിന്റെ ബിഹേവിയർ ആണ്. പ്രത്യേകിച്ചുള്ള ഒരു ഇതൊന്നും നിർദ്ദേശങ്ങളൊന്നുമില്ല. അവരവരുടേതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ എഴുതാം. പിന്നെ അവരെ നിരീക്ഷിക്കുന്നുമുണ്ട് അല്ലെ. അപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെലക്ഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യും. ചിലപ്പോൾ വേണമെങ്കിൽ വേറെ ആയിട്ട് ഇങ്ങനെ എന്താണ് സെലക്ഷൻ പ്രൊസീജിയറിനൊന്നും വേണ്ടിയിട്ടല്ലാതെ ഇതാണെങ്കിൽ എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു നിൽക്കും. അപ്പൊ ചിലപ്പോ ചിലര് അല്ലെ ചില കമ്പനികളൊക്കെ ചില ടൈമിൽ ഇങ്ങനെയൊക്കെ നടത്തി അവരെ ഇവാലുവേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സന്നദ്ധത ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മള് സെലക്ഷൻ എന്നാ പറഞ്ഞ ഒരു ടോപ്പിക് കഴിയാണ്. അതിനാദ്യം നമ്മൾ സ്റ്റെപ്സ് കണ്ടു. പിന്നെ എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. നെക്സ്റ്റ് എന്താണ് നമ്മുടെ അല്ലെ വ്യക്തിപരമായിട്ടുള്ള പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ കണ്ടു. അതിന് ഓരോന്നിനും ഓരോ വിഭാഗം തിരിച്ച് തന്നെ എടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇന്റർവ്യൂസ് ആണ്. ഇന്റർവ്യൂസിലേക്ക് പോകാലോ. എല്ലാവരും ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തവരായിരിക്കും അല്ലെ. കുറെ ഇന്റർവ്യൂകളൊക്കെ ഫേസ് ചെയ്യേണ്ടത് ഇനിയും ഇന്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ സെലക്ഷൻ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചിലതൊക്കെ അഭിമുഖീകരിക്കേണ്ടതൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ വരുമ്പോഴും കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന മാറ്റേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്ത് ആവാം, ക്ലാസ്സിലേക്ക് ആവാം. അപ്പൊ പിന്നെ എന്താ പറയാ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. എന്താണ് ഇന്റർവ്യൂ പറയുന്നത്? ഇന്റർവ്യൂ ഈസ് എ ഫോമൽ മീറ്റിംഗ് വേർ one or more person question or assess another person. എന്ന് പറയുന്ന ഒരു ഔപചാരികമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. എന്താണ് അവിടെ പറയുന്ന ഒരു പേഴ്സണെ അല്ലെ ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത് അല്ലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നൽകിക്കൊണ്ട് one or more persons വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതൊരു ഔപചാരികമായിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടിയാണ്. The most widely used selection tool is probably the interviews. പൊതുവെ നമ്മൾക്കറിയാം സെലക്ഷൻ നടത്തുന്നത് ഇന്റർവ്യൂയിലൂടെ തന്നെയാണ് പൊതുവെ നമ്മൾ സെലക്ഷൻ നടത്താറുള്ളത് അല്ലെ. It is most complex selection techniques since its scope consists of measuring all relevant characteristics and integrating and classifying all other information about the applicant. അപ്പൊ നമ്മള് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ചില ഇതികളിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് ഒരുപാട് ചെറിയ ചെറിയതൊക്കെ ആണെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ തന്നെ അവരെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളിലേക്ക് നടത്തും അല്ലെ. ചിലതിലൊക്കെ നമുക്കറിയാം കുറച്ചും കൂടിയും അവര് സിൻസിയർ ആയിട്ടല്ലേ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ വളരെയധികം അനലൈസ് ചെയ്തതിന് മാത്രമാണ് അല്ലെ. ചിലപ്പോ അവരുടെ ലാംഗ്വേജും എല്ലാ കാര്യങ്ങളും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അപ്പോയിന്റ്മെന്റ് കൊടുത്തോളൂ ഇല്ലേ. എങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അവിടെ അളക്കുന്നുണ്ട് അല്ലെ. എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? ഇറ്റ് ഈസ് മോസ്റ്റ് കോംപ്ലക്സ് സെലക്ഷൻ ടെക്നിക്സ് സിൻസ് ഇറ്റ് സ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് മെഷറിംഗ് ഓൾ ദ റെലവന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ആൻഡ് ക്ലാസിഫൈങ് ഓൾ അതർ ഇൻഫോർമേഷൻ അബൌട്ട് ദ ആപ്ലിക്കന്റ്. ആപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ, അത് ക്ലാസിഫൈ ചെയ്ത് അറിയാൻ, അല്ലെങ്കിൽ എന്തൊക്കെ കൂട്ടിച്ചേർത്തലൊക്കെ നടത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ സവിശേഷതകൾ അവർക്ക് ഉണ്ട് അല്ലെ. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെ, വൈഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഇന്റർവ്യൂവിന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇറ്റ് ഈസ് എ മോസ്റ്റ് കോംപ്ലക്സ് സെലക്ഷൻ. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇതൊരു സങ്കീർണമായിട്ടുള്ള ഒരു സെലക്ഷൻ ടെക്നിക് ആണ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ടെക്നിക്കാന്ന് പറയുന്നത്? കാരണം പല കാര്യങ്ങളും അവര് ശ്രദ്ധിച്ചിട്ടാണ് ഇന്റർവ്യൂവർ പല കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ക്ഷമയുണ്ടോ, അവരുടെ ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് കാര്യങ്ങൾ, അവരെ തൊഴിലിനെ അഭിമുഖീകരിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ, സ്പീഡിനെ കുറിച്ച് അല്ലെങ്കിൽ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് വേണം അല്ലെ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷ ഗുണങ്ങളൊക്കെ അവര് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്, അവർക്ക് മെഷർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതെന്ന് പറയുന്നത്
കോംപ്ലക്സ് സെലക്ഷൻ ടെക്നിക്സ് ആണെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്, ഒരു വ്യക്തിയെ അസസ് ചെയ്യുന്നത് അല്ലെ, വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു സെലക്ഷൻ പ്രൊസീജിയർ നടത്തുമ്പോൾ പല കാര്യങ്ങളും മെഷർ ചെയ്യേണ്ടതുണ്ട് അല്ലെ, അത് അളന്ന് നോക്കേണ്ടതുണ്ട്. അവരെ പലതരത്തിലുള്ള കഴിവുകളെ കുറിച്ചിട്ട്, അവരെ എല്ലാവരുടെയും ബിഹേവിയറിനെ കുറിച്ചിട്ട്, എന്തിനെ കുറിച്ചിട്ടും അളന്ന് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സങ്കീർണമായിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ്. Interview is defined as a selection technique which enables the employer to view the total. അതായത് തൊഴിലുടമ മൊത്തത്തില് അല്ലെ അളക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്റർവ്യൂവില് നടക്കുന്നത് അല്ലെ. ഇന്റർവ്യൂ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിനെ എന്തെന്ന് വിശേഷിപ്പിക്കുക, ഒരു സെലക്ഷൻ ടെക്നിക്കാണെന്ന് വിശേഷിപ്പിക്കുക അല്ലെ. ഒരു പേഴ്സണെ സെലക്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. എംപ്ലോയർ തൊഴിലുടമയാണ് അല്ലെ ഈ വ്യക്തികളിൽ നിന്ന് അനുയോജ്യരായവരെ മെഷർ ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇന്റർവ്യൂ നടത്തി ചെയ്യുന്നത്. Individual and directly appraise him and his behavior. നമുക്കറിയാം എന്താണ് അവരെ ഇൻഡിവിജ്വലി നമുക്കറിയാം നേരിട്ട് തന്നെ അവരെ വിലയിരുത്തി നമുക്ക് ഇൻ കേസ് ചിലതിലേക്ക് അപ്രിഷിയേറ്റ് ചെയ്യും അല്ലെ. അവരെ ആ ഒരു അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടക്കൊക്കെ ഉണ്ടായെങ്കിൽ അവരെ എന്താണ് കുറച്ചും കൂടി മുഖേറ്റി തന്നെ ചില ഇന്റർവ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ അവരെ മുൻകൈയെടുത്ത് തന്നെ പറയും. അതായത് ഇന്റർവ്യൂ നടത്തുമ്പോൾ നമുക്കറിയാലോ ചിലതില് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഓക്കെ ഗുഡിനുള്ള ആ ഒരു റെസ്പോണ്ട് അവരിൽ നിന്ന് തന്നെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇന്റർവ്യൂല് പക്ഷെ ആ ഗുഡിന്റെ ഇടയിൽ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ ഉൾച്ചേർക്കും. ഓക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണോ കാണിക്കുന്നത് അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അതിന്റെ ഇടയിൽ ഇവാലുവേറ്റ് ചെയ്യും. And interview attempts to secure a maximum amount of information from the candidate concerned his suitability for the job under consideration. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കൺസിഡറേഷന്റെ ബേസിൽ ഞാൻ ജോലിക്ക് ഏറ്റവും അനുയോജ്യനായ പേഴ്സൺ ആണോ എന്ന് കൃത്യമായിട്ട് അതിനെ പറ്റിയ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻ, മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ അല്ലെ ആ കാൻഡിഡേറ്റിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും അത് നേടിയെടുക്കാനായിട്ട് ഇന്റർവ്യൂ നടത്തുന്നവരെ പരിശ്രമിക്കും. അല്ലെങ്കിൽ കൊടുക്കുന്ന ഇതിനനുസരിച്ച് കോമ്പൻസേഷൻ അനുസരിച്ചിട്ട് അവർ ഏബിൾ ആണോ, അവര് ഓക്കെ ആണോ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും അവര് ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ എന്താണ് ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് അല്ലെ അവർക്ക് താല്പര്യപൂർവ്വമുള്ള ജോലിയാണോ അല്ലെങ്കിൽ സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവര് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നതാണ്. An interview attempts to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. അവര് കൊടുക്കുന്ന കൺസിഡറേഷൻ അനുസരിച്ചിട്ട് തന്നെ അല്ലെ നമ്മൾ പറയാം നല്ല സാലറി ഒക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് അതിനനുസരിച്ച് യോഗ്യനായ വ്യക്തിയാണോ എന്ന് തീർച്ചയായിട്ടും അവർ വിലയിരുത്തും അല്ലെ. അതായത് ഒരാൾക്കും ഓഫർ ചെയ്യില്ല അല്ലെ, ഏത് തൊഴിലും ഇപ്പൊ നമുക്കറിയാം തൊഴിലിനെ ഓഫർ ചെയ്യുന്നത് വളരെ കുറവും തൊഴിൽ ധാരാളം പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. ആണോ, എനിക്ക് തോന്നുന്നതാണോ? എവിടെ നോക്കിയാലും അല്ലെ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയാണ് എവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം എഫേർട്ട് എടുപ്പിക്കാനാണ് തൊഴിലുടമ ശ്രമിക്കുന്നത് അല്ലെ. കൊടുക്കുന്ന കൂലിയെ വെച്ചിട്ട് കൺസിഡറേഷനെ അനുസരിച്ചിട്ട് അതിനേക്കാളും മാക്സിമം എഫേർട്ട് എടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ മാക്സിമം എന്താണ് ഇന്റർവ്യൂ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നോക്കും, നന്നായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക് എത്രയും അനുയോജ്യനായ പേഴ്സൺ ആണോ ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യനായ പേഴ്സൺ ആണോ എന്ന് മാക്സിമം വിലയിരുത്തും. ക്ലിയർ ആയോ എന്താണ് ഇന്റർവ്യൂ എന്നുള്ളത്? കണ്ടിന്യൂ ചെയ്യാം. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. എന്താ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസിൽ നോക്കാം. അത് പലതരത്തിലുള്ള ഇന്റർവ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോകുക. ഇന്റർവ്യൂക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിച്ച് കാണാറുണ്ട്. നോക്കാം എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്, പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അല്ലെ ഒരു ഐഡിയ ഉണ്ട്, അതൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ഒരു ഘടനയുണ്ട്. Such interviews are also called as standardized interviews because they are pre-planned to high degree of accuracy and precision. അതായത് നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് തന്നെ ആൻസറുകൾ കിട്ടത്തക്ക വിധത്തിൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. പേര് എന്താണ്, ഏജ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സ്പീരിയൻസ് എന്താണ് അല്ലെ, പലതരത്തില് നേരത്തെ കൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഘടന അതിനുണ്ട് അല്ലെ. കേസ് നിങ്ങൾ എത്ര ടൈം വർക്ക് ചെയ്യും അല്ലെ, ടൈമിനനുസരിച്ചിട്ട്
നേരത്തെ എക്സ്പീരിയൻസ് എത്ര ഔട്ട്പുട്ട് നിങ്ങൾക്ക് നേരത്തെ കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പലതിനെ കുറിച്ചിട്ടും ഒരു നേരത്തെ കൂട്ടി ഐഡിയാസ് ഫോം ചെയ്തിട്ട് ഉള്ള ഇന്റർവ്യൂ ആണ് എങ്കിൽ അതിനെന്തെന്ന് പറയും പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. സച്ച് ഇന്റർവ്യൂസ് ആർ ഓൾസോ കോൾഡ്, അതിന് വേറൊരു പേരിലും അറിയപ്പെടുന്നു സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂ. എതിരെയാണ് സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്? പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഓക്കെ, ആ പോയിന്റ്സ് മൂന്നും മനസ്സിലാക്കി വെക്കുക. എന്താ പറയുന്നത്, ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒരു സ്ട്രക്ചർ അതിലുണ്ട്, ഘടനയുണ്ട് അല്ലെ. ബിക്കോസ് ദേ ആർ പ്രീ പ്ലാൻഡ് ടു ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. അതിന് അതിൻ്റെതായിട്ട് കൃത്യതയോട് കൂടിയിട്ടുള്ള രേഖപ്പെടുത്താനായിട്ട് അല്ലെ. ഓരോ ഇന്റർവ്യൂ നടത്തുമ്പോൾ നമുക്കറിയാം ഉദ്ദേശിക്കുന്ന ആൻസർ തന്നെ അവർക്ക് കിട്ടുന്നുണ്ടോ എങ്കിൽ അവരൊക്കെ യോഗ്യനായ ഒരു വ്യക്തിയാണെന്നുള്ള ഡിസിഷനിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. എന്താണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറയുന്നത്? ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സ്ട്രക്ചർ, അതായത് ഇതിന് ഘടനയില്ല അല്ലെ. ആൻഡ് ഈസ് റിലേറ്റീവ്ലി നോൺ പ്ലാൻഡ് ആസ് ടു ഫോർമാറ്റ്, അതായത് അത് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്യാത്ത ഒരു ഇന്റർവ്യൂ ആണ് അവിടെ വരുന്നത്. In such an interview, the applicant is asked some very general questions and they may reply to these in any way he likes for a considerable length of time. അതായത് നമ്മളിപ്പോ എന്താണ് പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നുമില്ല, പേരും കാര്യങ്ങളൊന്നുമല്ല ചോദിച്ചറിയുന്നത്. നേരത്തെ കുട്ടി ചോദ്യങ്ങളൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല. അതേ ടൈമിൽ ഏതെങ്കിലുമൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. ആ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ചിട്ട് തന്നെ കൃത്യമായ ആൻസർ അറ്റ് ടൈമിനുള്ളിൽ അല്ലെ, കൃത്യമായ സമയത്തിനുള്ളിൽ ഈ എന്താണ് കാൻഡിഡേറ്റ് കൃത്യമായിട്ട് തന്നെ മറുപടികൾ പറയുന്നുണ്ടോ എന്ന് അത് വിലയിരുത്തിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു കാര്യമാണ്. And they may reply to these in any way he likes for a considerable length of time അല്ലെ. അത് കൃത്യമായിട്ടുള്ള ആൻസർ നമുക്കറിയാം. ചിലർക്ക് ചില ആൻസർ അറിയില്ലെങ്കിൽ കൂടി അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല അല്ലെ. പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ളൊക്കെ ആൻസറിലേക്ക് എത്തിക്കും അല്ലെ. അപ്പൊ അവർക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം? അതായത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഇന്റർവ്യൂ നടത്തുന്നവർക്ക് അറിയാൻ പറ്റും അവർക്ക് കൃത്യമായിട്ട് തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല, അത്രയും യോഗ്യനായ വ്യക്തിയല്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷനിലേക്കൊക്കെ എത്താനായിട്ടൊക്കെ സാധിക്കും. അതായത് ഇവര് നേരത്തെ കൂട്ടി ഒരു സ്ട്രക്ചർ തയ്യാറാക്കാത്ത ഇന്റർവ്യൂ നടത്തുന്ന രീതിയാണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. അതായത് കേൾക്കുമ്പോ തന്നെ അറിയാം ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. പാറ്റേൺ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ ആണ്. എന്താണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്? അതായത് അതിലൊരു സെമി സ്ട്രക്ചർ ആയിരിക്കും അതിന്റെ നേച്ചർ. സെമി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും? എന്തൊക്കെയായിരിക്കും ഉദ്ദേശിക്കാം? നേരത്തെ പറഞ്ഞ ഒരു സ്ട്രക്ചർ കുറച്ച് പാറ്റേണുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അങ്ങനെ എന്താണ് നേരത്തെ കൂട്ടി തയ്യാറാക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതല്ലേ ഉദ്ദേശിക്കുന്നത്? ആണോ? ഓക്കെ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്താ പറയാ ഒരു ബോറിംഗ് സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഇടയ്ക്ക്. പക്ഷെ ഇന്റർവ്യൂ സാക്ഷിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അല്ലെ വേണ്ടിയിരിക്കേണ്ട ഒരു ആവശ്യകത കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഇത് ചെയ്യേണ്ടതല്ല. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ ചോദിക്കാനും വോയിസുകളൊന്നും ഇല്ല, കാരണം നമ്മുടെ പോർഷൻസ് അങ്ങനെ നീക്കി പോകില്ല. അതുകൊണ്ടാണ് അധികം സമയം സ്പെൻഡ് ചെയ്യാതെ തന്നെ പോർഷൻ പോകുന്നത്. നോക്കാം, ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സെമി സ്ട്രക്ചേർഡ് ഇൻ നേച്ചർ ആൻഡ് യൂസസ്. അതിന്റെ ഉപയോഗമാണെങ്കിലും അതിന്റെ സ്വഭാവ രീതിയാണെങ്കിലും സെമി സ്ട്രക്ചർ ആണ്. The typical subject discussed at such interviews consist of the candidates' home life, education, previous experience, aptitude, entertaining interest and hobbies. അതായത് സ്ട്രക്ചർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അതായത് നേരത്തെ കൂട്ടി അവർക്ക് ചോദിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് എക്സ്പീരിയൻസോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഹോബീസോ ഇൻട്രസ്റ്റ് ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ചോദിച്ചറിയും. അതൊക്കെ നേരത്തെ കൂട്ടി തയ്യാറാക്കി വെക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തും അല്ലെ. അതിനെ കുറിച്ച് ചില സബ്ജക്ട് വൈസ് ഒക്കെ ഡിസ്കഷൻ നടത്തും. അങ്ങനെ ഡിസ്കഷൻ നടത്തുമ്പോഴൊക്കെ എന്താണ് കറക്റ്റ് അവരൊക്കെ പ്രതികരിക്കുന്നുണ്ടോ അവരൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അവരെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. അപ്പൊ സെമി സ്ട്രക്ചേർഡ് നേച്ചർ ആണ് ഇതിലുള്ളത്. അതായത് നേരത്തെ കൂടി ഒരു സ്ട്രക്ചർ ഘടന പോലെയുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ ഘടനയോട് കൂടി തന്നെ ചോദിച്ചറിയുന്നതോടൊപ്പം തന്നെ ആ ഇന്റർവ്യൂല് അല്ലെ ഒരു ഡിസ്കഷൻ ടൈം ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈം ഡിസ്കഷൻ ടൈമിലൊക്കെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു.
അതിൽ നിന്ന് എന്താണ് കൃത്യമായിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. എന്താണ് നേരത്തെ പറഞ്ഞ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു ഇന്റർവ്യൂ മോഡലിൽ വരുമ്പോഴും എന്താണ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ഗ്രൂപ്പ്സ് rather than individuals are interviewed. അതായത് അവിടെ എന്താണ് ഓരോ വ്യക്തിപരമായിട്ട് തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അവിടെ അവലോകനം നടത്തുന്നത് അല്ലെ. ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ ഇങ്ങനെ തന്നെയാണ്, വ്യക്തിപരമായിട്ട് തന്നെയാണ് അവരെ വിലയിരുത്തി കൊണ്ടുപോകുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് rather than individuals are interviewed. അവിടെ ഓരോ വ്യക്തിയെയും കൃത്യമായിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ ആണ് ഇന്റർവ്യൂ നടത്തണമെങ്കിൽ. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു പാനൽ അല്ലെ ഒന്നിച്ചിരിക്കണം ആൾക്കാർ ഇന്റർവ്യൂ നടത്താനായിട്ട് പോകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ. കാൻഡിഡേറ്റ് ഈസ് ഇന്റർവ്യൂഡ് ബൈ എ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ്. അതായത് ഒരുപാട് പേര് ഇന്റർവ്യൂ പാനലിൽ ഉണ്ടാവും. ഒരാള് അല്ലെ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ നടത്തുമ്പോൾ വ്യത്യസ്ത ആ ഒരു കമ്മിറ്റി അംഗങ്ങൾ തന്നെ ആ ഒരു പാനലിൽ തന്നെ ഉണ്ടാവുമ്പോൾ പലരോടും ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ആൻസർ പറയേണ്ടതായിട്ട് വരും. ഓരോരുത്തരും ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഓരോരുത്തരോട് പറയുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. ഒക്കെയാണോ ടേബിൾ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവര് തീരുമാനിക്കും. അങ്ങനെ സെലക്ട് ചെയ്ത രീതിയാണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇന്റർവ്യൂ. ഇൻ ദ സ്ട്രെസ് അല്ലെ, സ്ട്രെസ് ഇന്റർവ്യൂ ആണ്. സ്ട്രെസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഒരു സമ്മർദ്ദം കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ. സമ്മർദ്ദം കൊടുത്തിട്ടുള്ള ഓട്ടോമാറ്റിക്കലി ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു സമ്മർദ്ദം ഉണ്ടാവും അല്ലെ. ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവോ? ഓക്കെ, അപ്പൊ അവരെ അങ്ങനെ ഒരു സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഒരു പേടിയും പഴച്ചൊക്കെ ആയിരിക്കും അല്ലെ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ കൂടെ അവര് കുറച്ച് സ്ട്രെസ്സും കൂടി കൊടുക്കും. അപ്പൊ എന്താണ് അവര് ആ സ്ട്രെസ്സും കൂടി കൊടുക്കുന്നതനുസരിച്ചിട്ട് തന്നെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും പൂർണ്ണമായിട്ടും നല്ല യോഗ്യരാകണമെന്നില്ല അല്ലെ. നമ്മുടെ കോൺഫിഡൻസ് ആണ് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അർഹരാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എല്ലാവരും എന്നെ പോലെ തന്നെയാണ് കുറച്ചും കൂടി കോൺഫിഡൻസ് നേടിയെടുത്തുകൊണ്ട് പോവാം. അവര് വാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെ. എപ്പോഴും അങ്ങനെയുള്ള ഒരു മൈൻഡ് ആയിരിക്കണം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടത്. അതായത് എല്ലാവരും ഫുൾ ഏബിളൊന്നായ ഒരു വ്യക്തികളൊന്നും കാണില്ല. മതിയായ നോളജ് പരമാവധി സമ്പാദിക്കുക, പരമാവധി കോൺഫിഡൻസോട് കൂടിയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്റർവ്യൂ നടത്തുന്നവർക്ക് പല രീതികളുണ്ട്, പല രീതിയിൽ അവരെ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് വരും അല്ലെ. അപ്പൊ നമ്മുടെ മൈൻഡ് പ്രോപ്പർ ആയിരിക്കുക, കോൺഫിഡൻസോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ സ്ട്രെസ് തന്നാലും എന്താണ് അതിലൊന്നും പതറിപ്പോവാതെ നമ്മളുടെ മാക്സിമം നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാക്സിമം അത് അവളെ ബോധ്യമാക്കുക അല്ലെ. ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ പറയുക, സ്ട്രെസ് ഇന്റർവ്യൂ the interviewer undertakes an unfriendly role toward the applicant. Applicantinoട് ഒരു unfriendly role ആയിരിക്കും അദ്ദേഹം പുലർത്തുന്നത്. Then he deliberately puts him on the defensive by trying to annoy, embarrass or frustrate him. അതായത് അവർക്ക് അല്ലെ നമുക്കറിയാം നമ്മളെ എന്താണ് കുറച്ചും കൂടി ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ആ ഇന്റർവ്യൂയിലൂടെ അവരെ വിലയിരുത്താൻ വേണ്ടി ആ കാൻഡിഡേറ്റിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താ ചെയ്യുക, put him on the defensive by trying to അല്ലെ അവരെ നുണയോ അല്ലെങ്കിൽ കുറച്ചും കൂടി ശല്യപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എന്താ പറയാ നമ്മളെ കൂടുതൽ സ്ട്രെസ് ആക്കുന്ന തരത്തിൽ അല്ലെ, ഫ്രസ്ട്രേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ശല്യം ചെയ്യുന്ന തരത്തിൽ അല്ലെ, ഒന്നുകൂടി നിരാശരാക്കുന്ന അവസ്ഥയിൽ എന്നുവെച്ചാൽ നിരാശ പോലെ കുറച്ച് കൂടുതൽ ശല്യം ചെയ്യുമ്പോഴൊക്കെ എംബ്രാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശല്യപ്പെടുത്തുമ്പോഴൊക്കെ എന്താണ് നമ്മള് പറ്റില്ല അതിനെക്കൊണ്ട് ഇതിനൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല, ഇത് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളോട് ചോദിക്കണേ എന്നുള്ള രീതിയിലേക്ക് വരും അല്ലെ. അപ്പൊ അങ്ങനെ നിരാശരാക്കിയ തക്ക വിധത്തില് അവര് ഇന്റർവ്യൂ നടത്താനായിട്ട് ശ്രമിക്കും. എന്താണ് in order to find out how a candidate behaves in a stressed situation, whether he knows his temper, he is confused or frightened. Okay, അങ്ങനെ അവർക്ക് സ്ട്രെസ്സുകളൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ കാൻഡിഡേറ്റ് പെരുമാറുന്നത് അല്ലെ, ആ സ്ട്രെസ് സിറ്റുവേഷൻ എങ്ങനെയാണത് നേരിടുന്നത്, അവരുടെ ആ ഒരു കോപോ അല്ലെ അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ടോ
അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ, പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പേടിച്ചു പോകുന്നുണ്ടോ? അല്ലെ, ഇൻ കേസ് നമുക്കറിയാം ചില സ്ഥാപനങ്ങളിൽ ഇപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പേടിപ്പെടുത്തുന്ന കാര്യമാണ് അല്ലെ. ചിലർക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ചെറിയ ഒരു ഇതാണെങ്കിലും ഏതൊരു ഫീൽഡ് ആണെങ്കിലും ആ ഫീൽഡിന് അനുയോജ്യമായ രീതിയിൽ ഇന്റർവ്യൂവർ അത് നടത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ അതില് വരുന്ന ഏത് രീതിയാണെങ്കിലും നമ്മൾ അത് ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. എന്താണ് അതിൽ നിന്ന് എന്താണ് ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ അതിലേക്കോട്ട് നിരാശയാകി പോകുന്നുണ്ടോ, പേടിച്ചു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് എടുത്തിട്ട് പോകാനായിട്ട് തോന്നുന്നുണ്ടോ. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്ന രീതിയാണ് സ്ട്രെസ് ഇന്റർവ്യൂവിൽ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ പല രീതികളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള അല്ലെ അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെലക്ഷൻ പ്രൊസീജിയറിലൊക്കെ ഫ്രീ ആയിട്ടുള്ള പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ അല്ലെ. പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാം ആ ഒരു ബോർഡിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് ആണെങ്കിൽ അതിന്റെ ബോർഡ് മെമ്പേഴ്സുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ആയിട്ട് ഒന്നിച്ച് ഒരു പാനൽ ആയിട്ടായിരിക്കും അവർ ഇന്റർവ്യൂ നടത്താൻ പറ്റും. ഇല്ലേ, അങ്ങനെയൊക്കെ വരില്ലേ ഇന്റർവ്യൂവിന്? അങ്ങനെ വരുമ്പോൾ എന്താണ് ഓരോരുത്തരും ഓരോ ഇപ്പൊ ചിലപ്പോ ആണെങ്കിൽ ബോർഡ് മെമ്പേഴ്സ് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഡിപ്പാർട്ട്മെന്റ് കേസ് ആ ജോലി വേക്കന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പേഴ്സൺ ഉണ്ടാവും, ആ പേഴ്സൺ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും. ബോർഡ് മെമ്പേഴ്സ് എന്തെങ്കിലും ചോദിക്കും. അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അംഗീകൃതമായിട്ടുള്ള വ്യക്തികൾ കുറച്ചുകൂടി യോഗ്യനായ വ്യക്തിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അവരും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ കാൻഡിഡേറ്റിന്റെ മുമ്പിൽ പലരും ചോദ്യങ്ങൾ ചോദിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. In this type of interview, a candidate is interviewed by a number of interviewers. പല ഇന്റർവ്യൂവേഴ്സിൽ നിന്ന് എന്താണ് അവരെ ഇന്റർവ്യൂ ചെയ്യപ്പെടേണ്ടതായിട്ട് വരും, അവരെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അവർ പലവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഓരോരുത്തർക്കും അനുയോജ്യമായ ആൻസർ ആണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് കൂട്ടമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഈ വ്യക്തി ആണ് അല്ലെ. നമ്മളിപ്പോ ഓരോരുത്തർക്കും ആൻസർ കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മള് അല്ലെ ഒരു പേഴ്സണാലിറ്റി ടീച്ചറിലൊക്കെ നമ്മൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നവരോട് ചോദ്യങ്ങളെ നോക്കി തന്നെ ആൻസർ കൊടുക്കുക. നെക്സ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ആ വ്യക്തിക്ക് ആൻസർ കൊടുക്കും. അല്ലെ, ഓരോരുത്തരും അവരെ ഇവാലുവേറ്റ് ചെയ്യും. ഈ വ്യക്തി എങ്ങനെയാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടികൾ പറയുന്നത്, കോൺഫിഡൻസോട് കൂടിയിട്ടാണോ, ചോദ്യത്തിന്റെ അനുസരിച്ചിട്ട് തന്നെ ആൻസർ ആണോ പറയുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ആയിരിക്കും പൊതുവെ എല്ലാവരും കൂടി നിരീക്ഷിക്കുക. തീർച്ചയായിട്ടും അവരെന്താണ് ആണ് എങ്കിൽ സെലക്ഷൻ നടപടികളിൽ അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്മെന്റ് തന്നെയായിരിക്കും കിട്ടാൻ പറ്റും. ക്ലിയർ ആയോ? പാനൽ ബോർഡ് ഇന്റർവ്യൂ. അപ്പോ വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർവ്യൂകൾ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് പോകുന്ന ഇതിലേക്ക് എത്തിപ്പെട്ടോ? ഏതൊരു ഇന്റർവ്യൂ ആണെങ്കിലും അത് ഫേസ് ചെയ്യണം അല്ലെ. ജസ്റ്റ് ഒരു സെലക്ഷൻ ഒക്കെ നടത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളാണ് ഈ ഇന്റർവ്യൂ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ. അവിടെയൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ വിചാരിച്ച പൊസിഷനിലേക്ക്. ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു ഡ്യൂട്ടി ആണെങ്കിലും എന്തായാലും അതിനൊരു റിസ്ക് ഉണ്ടാവും അല്ലെ. ഏതൊരു ഡ്യൂട്ടി ആണെങ്കിലും ചെറിയ തൊഴിലാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് കോൺഫിഡന്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഇന്റർവ്യൂ സെലക്ഷൻ കാര്യങ്ങളൊക്കെ അത് അഭിനയിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും. കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നേറി. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇന്റർവ്യൂ ഒക്കെയാണോ? ഞാൻ കൂടുതൽ നേരം എടുത്ത് പോകുന്നുണ്ടോ? നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നു? മീൻസ് ഞാൻ പ്രൊമോഷനും ഡിമോഷനും കൂടെ എടുത്ത് തീർക്കണം എന്നാണ് വിചാരിച്ചത്. അത് നീങ്ങിയില്ല. മതിയോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാൻ മതി അല്ലെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പ്രൊമോഷൻ തുടങ്ങി നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകളുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.